വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ ഒരു പോൾ മാസ്റ്റർ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അത് നമ്മൾ അത് അംഗീകരിച്ചേ മതിയാവുള്ളൂ. തൃക്കാക്കര തിരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിൽ ഒരു പോൾ മാസ്റ്റർ ഉയർന്നു വന്നിട്ടുണ്ട്. അതാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്നത്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തെ ഉള്ളം കയ്യിലെടുക്കാൻ ശേഷിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ്. ആ വൈദഗ്ധ്യം തനിക്കുണ്ടെന്ന് തൃക്കാക്കര, പുതുപ്പള്ളി ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷ്മമായി എന്താണ് ഓരോ മണ്ഡലത്തിൻ്റെ ഘടന എന്ന് മനസ്സിലാക്കുവാനും വിവിധ ഈ സാമൂഹിക വിഭാഗങ്ങൾ ആരൊക്കെയെന്ന് അറിയുക എന്നൊരു സംഗതി ഉണ്ടല്ലോ നിഷാദെ. ഇപ്പോൾ കാന്തപുരം വിഭാഗം, സമസ്ത EK വിഭാഗം, മുജാഹിദുകൾ, പുലയ മഹാസഭ, ധീവരർ, അല്ലെങ്കിൽ ലാറ്റിൻ ക്രിസ്ത്യൻസ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഈ സാമൂഹിക വിഭാഗങ്ങളെ എല്ലാറ്റിനെയും അതിൻ്റെ ആ യൂണിവേഴ്സ് ഉണ്ടല്ലോ, ആ യൂണിവേഴ്സിനെ മനസ്സിലാക്കാനും ഓരോരുത്തരും എവിടെ നിൽക്കുന്നു, അവരുടെ പ്രയോറിറ്റീസ് എന്താണ്, അവരുടെ ഫ്ലേവേഴ്സ് എന്താണ് എന്നത് മനസ്സിലാക്കുവാൻ, അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക. ഇതാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. അല്ലാതെ മൈക്കിന് മുമ്പ് പോയി പ്രസംഗിക്കുക എന്നുള്ളതല്ല. അപ്പോൾ അത് ഈ മനുഷ്യൻ പഠിച്ചെടുത്തിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വർക്ക് ചെയ്യും. അത് നന്നായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പല സ്വഭാവത്തിൽ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 18 സീറ്റ് അവർ നേടുന്നു. അതിൽ 10 സീറ്റിൽ ഇന്നലെ അവസാന റിസൾട്ട് വരുമ്പോൾ 10 സീറ്റിൽ 1,00,000 മേൽ ഭൂരിപക്ഷവും നേടുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള വിജയമാണ്. പക്ഷേ ഇതിൽ തന്നെ ഒരു കാര്യം നോക്കുക. ഇപ്പോൾ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ 8 ലോക്സഭാ മണ്ഡലങ്ങൾ കോൺഗ്രസിൻ്റെ കയ്യിലാണ്. UDFിൻ്റെ കയ്യിലാണ് വൻ ഭൂരിപക്ഷത്തിൽ. അവിടെ കോൺഗ്രസ്സിന് എത്ര നിയമസഭാ സീറ്റ് അറിയോ? 6 നിയമസഭാ സീറ്റാണുള്ളത്. 8 ലോക്സഭാ സീറ്റ് UDF കൈവശം വെക്കുന്നൊരു ജോഗ്രഫിയിൽ 6 നിയമസഭാ സീറ്റാണ് അവർ കൈവശം വെക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊരു വൈരുദ്ധ്യമാണത്. അപ്പോൾ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ ലോക്സഭയിലെ ഈ വിജയം അസംബ്ലിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മുൻ അനുഭവം വെച്ചിട്ട് അങ്ങനെ പറ്റുമെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണ 19 സീറ്റിൽ UDF ജയിച്ചു. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്താ സംഭവിക്കുന്നത്? ആ വിജയം അസംബ്ലിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഒരു റെപ്രസെൻറ്റേഷൻ അത് ശരിയാം വിധം അസംബ്ലിയിലേക്ക് കൊണ്ടുവരുന്നതിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലെ നോക്കൂ, കേരളത്തിൽ UDFിന് അതിൻ്റെ ഒരു വിജയത്തിൻ്റെ പാറ്റേൺ നോക്കുക. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൺസോളിഡേറ്റഡായിട്ട് UDFിൻ്റെ പുറകിൽ നിന്നിട്ടുണ്ട്. തൃശ്ശൂർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്നതാണല്ലോ. അത് കോട്ടയത്ത് ഇത് നമ്മൾ മനസ്സിലാക്കണം. കോട്ടയത്ത് കേരള കോൺഗ്രസിൻ്റെ 2 ചിഹ്നമില്ലാതെ മത്സരിച്ച ഫ്രാൻസിസ് ജോർജാണ് ജയിക്കുന്നത്. ഇതും കൂടെ നമ്മൾ കാണണം. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് കേരള കോൺഗ്രസ് എവിടെ നിൽക്കും എന്നൊരു ചോദ്യം കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പുതിയൊരു കൺസോളിഡേഷൻ അടുത്ത അസംബ്ലി വരെ നിലനിർത്തുവാൻ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെ ആവർത്തിക്കുവാൻ കോൺഗ്രസിന് സാധിക്കുമോ? ആ ചോദ്യം വരുമ്പോൾ അത് ഇച്ചിരി പ്രയാസമാണ്. അല്ലെങ്കിൽ അത് ഇപ്പോൾ പോകുന്നത് പോലെ പോയാൽ മതിയാവില്ല. ഒറ്റ കാര്യം പറയാം. ഇപ്പോൾ കോൺഗ്രസ്സിന് കേരളത്തിൽ ഈ ലോക്സഭയിലേക്ക് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ഉണ്ടായിരുന്നത്. BJPക്കും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇതൊന്ന് ആലോചിച്ചു. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ MP മാർ, ഇന്നലെ ജയിച്ച MP മാരുടെ ഈ പറയുന്ന ഒരു സോഷ്യൽ റെപ്രസെൻറ്റേഷൻ എടുക്കുക. അത് ഏതെങ്കിലും നിലക്കുള്ളൊരു ബാലൻസ് അതിനുണ്ടോ എന്ന് ചോദിച്ചാൽ ബാലൻസ് ഇല്ല. ബാലൻസ് ഇല്ലാതിരുന്നിട്ടും അവരെ വിജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അസംബ്ലിയിലേക്ക് അത് മതിയാവില്ല. ഇപ്പോൾ ഈ വയനാട് സീറ്റ് ഒഴിവ് വരാൻ പോകുന്നു. വയനാട് സീറ്റ് ഒഴിവ് വരാൻ പോകുമ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയാണ് ഓപ്റ്റ് ചെയ്യുന്നതാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. വയനാട് സീറ്റിൽ അവരെന്ത് ചെയ്യും? ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അവരനുഭവിക്കുന്ന ഈ മുസ്ലിം റെപ്രസെൻറ്റേഷൻ്റെ കുറവ് അത് പരിഹരിക്കാനാണ് അവർ ശ്രമിക്കുക. അതല്ല, കോൺഗ്രസിൻ്റെ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ വേറെ ചില ഫാൻറ്റസീസ് ഉണ്ട്. ആ ഫാൻറ്റസീസിൻ്റെ പുറകെ പോവുകയാണോ? ഈ ചോദ്യം അവർ അഭിമുഖീകരിക്കേണ്ടി വരും. ഇത് നിഷാദ്, ഇതൊരു ഒരു അങ്ങേയറ്റത്തെ ഒരു ട്രിപ്പീസ് കളിയാണ്. എല്ലാ വിഭാഗം ആളുകളെയും അനുനയിപ്പിക്കുക, കൂടെ നിർത്തുക, അവരെ ഹോസ്റ്റൈലാകാതെ നിർത്തുക എന്ന് പറയുന്നത് അതിസങ്കീർണമായുള്ള പ്രക്രിയയാണ്. കരുണാകരനൊക്കെ ഒരു പൊളിറ്റിക്കൽ മാസ്റ്റർ ആകുന്നത് ആ സങ്കീർണതയെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്ത ആളായതുകൊണ്ടാണ്.